ശരത്താണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ടൈമെക്സിന്റെ Q4 റിസൾട്ടും അതുപോലെ തന്നെ FY26ന്റെ ഫുൾ ഇയർ റിസൾട്ട് കാര്യങ്ങളൊക്കെയാണ്. ടൈമെക്സിന്റെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ Q2 അല്ലെങ്കിൽ Q3 റിസൾട്ട് വന്ന സമയത്ത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ചാനലിൽ. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ബേസിക് ആയിട്ട് അവരുടെ ബിസിനസ് എന്താണെന്ന് നോക്കിയാൽ അവർ വാച്ച് മാനുഫാക്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ സെല് ചെയ്യുന്നുണ്ട്. അതിനകത്ത് അവരുടെ സ്വന്തം ടൈമെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അതല്ലാതെ വേറെ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകളും അവർ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് സെല് ചെയ്യുന്നുണ്ട്. സോ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം 1.5 വർഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂടുതലായിട്ട് ടൈമെക്സിന്റെ വാച്ചുകളാണ് സെല് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഇവർ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാച്ചുകളായിരുന്നു സെല് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷത്തിൽ എന്ത് വ്യത്യാസം വന്നു നോക്കിയാൽ ഇവർ ഈ പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാച്ചുകൾ ചെയ്യുന്നിട്ട് ഇവർ പ്രീമിയം ആയിട്ടുള്ള വാച്ചുകളിലേക്ക് കുറച്ച് അവരുടെ ബിസിനസ് മാറ്റിയിട്ടുണ്ട്. പ്രീമിയം എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റുകളല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ റോളക്സിന്റെ വാച്ചുകൾ പോലെ കോടികളിലേക്ക് വരുന്ന രീതിയിലുള്ള വാച്ചുകളല്ല. പക്ഷേ അത്യാവശ്യം നോർമൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാച്ചുകളിൽ നിന്നിട്ട് പ്രീമിയത്തിലേക്ക് കിടക്കുന്ന ആ ഒരു ബ്രിഡ്ജ് ആയിട്ട് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു റേഞ്ചിൽ വരുന്ന കുറേ പ്രൊഡക്റ്റുകൾ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ പോർട്ട്ഫോളിയോയിലേക്ക്. ആ രീതിയിൽ നോക്കിയാൽ ഇപ്പോൾ ഇവർ ഗസിന്റെ വാച്ചുകൾ സെല് ചെയ്യുന്നുണ്ട്, വെർസാഷയുടെ വാച്ചുകൾ